ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കൂടുതൽ ദിവസവും മീൻകറി ആയിരിക്കും. അപ്പം ഇന്നിവിടെ നല്ല ഫ്രഷ് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചാറുകറിയൊക്കെ വെക്കാൻ നിൽക്കണം. ഞാൻ വിചാരിച്ച് തീയൽ വെക്കാമെന്ന്. തീയൽ ഇവിടെ അങ്ങനെ വെക്കാറേ ഇല്ല. നോമ്പ് പോലത്തെ സമയങ്ങളിലേ വെക്കാറുള്ളൂ. കാര്യം നോമ്പിന് ടാസ്ക് ആണല്ലോ കറി എന്തുവാന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ച് തീയൽ വെക്കാമെന്ന്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ അറിയാം, വളരെ ചെറിയൊരു ചാനലാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. തീയൽ വെക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി മെനക്കെട്ട പണിയാണ്. എനിക്ക് അത്ര ഇഷ്ടമുള്ള പരിപാടിയല്ല. തേങ്ങ ഒക്കെ വറുക്കാൻ നിൽക്കുമ്പോൾ ടാസ്ക്കാണ്. പക്ഷെ നല്ല കൊഞ്ചായിരുന്നു കിട്ടിയത്, ഫ്രഷ് കൊഞ്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തലയൊന്നും ഞാൻ എടുക്കുന്നില്ല. കൊഞ്ചിൻ്റെ വയറിനകത്തൊരു വള്ളി പോലത്തെ സംഭവമുണ്ട്, അത് കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ വയറിന് പണി കിട്ടും. അപ്പോൾ ഉപ്പിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകിയെടുക്കുക. ഒരു 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കും. നമ്മൾ അരപ്പ് റെഡിയാക്കുന്നിടം വരെ ഇത് വെള്ളത്തിൽ കിടക്കും. അപ്പം ഞാനിവിടെ ഇനി തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. ഒരു 1.5 കപ്പോളം തേങ്ങ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കളറ് ചേഞ്ചായി വരുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നു, വലിയ ജീരകം. ഇനി അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലർ ഉലുവാപ്പൊടി ചേർക്കത്തില്ല, ഞാൻ ലേശം ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ചൂടാറാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് വെക്കുന്നുണ്ട്. മുരിങ്ങയ്ക്കായും തക്കാളിക്കായും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. കിഴങ്ങും പടവളങ്ങായും ഒക്കെ ചേർക്കുന്നവരുണ്ട്. അപ്പം ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അരപ്പ് റെഡിയാക്കി വെച്ചേക്കുന്നത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചട്ടി വെച്ചിട്ട് ഓയിലൊഴിച്ച് ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് ചെറിയ ഉള്ളിക്ക് വരെ ഞാൻ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കൊഞ്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊഞ്ചൊന്ന് അടച്ച് വെച്ച് വെള്ളമൊന്നും ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് കുക്കെന്ന് പറയാൻ പറ്റത്തില്ല, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതിലോട്ട് തക്കാളിക്കായും മുരിങ്ങയ്ക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് ചൂടുവെള്ളം ഒരു 1/2 കപ്പോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. മുരിങ്ങയ്ക്ക് ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞ് പോകുന്നതിന് മുമ്പ് അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരുമിച്ച് കിടന്ന് വെന്തോളും. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഒരുപാട് പുളിയല്ല, ലേശം പുളിവെള്ളം. ഇനി ചാറിനനുസരിച്ച് വറ്റിച്ചെടുക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.